സ്വാമി, അങ്ങയുടെ മുഖത്തെ ഈ വിഷാദച്ഛായ എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? കാരണം സ്വാഭാവികമാണ്. ഞാനൊരു ഉപായം ചിന്തിക്കുകയാണ്. കാരണം സ്വാഭാവികമെങ്കിൽ ഉപായം എന്തിനായിരിക്കും? എന്താണ് സംഭവിച്ചത്? ഞാൻ പ്രതിദിനം എല്ലായ്പ്പോഴും പരമേശ്വരനെ ദർശിക്കാറുണ്ട്. പക്ഷേ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഭവനത്തിൽ നിന്ന് പുറത്തു വരുന്നതേയില്ല. എനിക്ക് ദർശനവും ലഭിക്കുന്നില്ല. അതിനാൽ എൻ്റെ മനസ്സ് വ്യാകുലമാണ്. വിശ്വനാഥന്റെ പ്രിയപ്പെട്ട നന്ദിരാജ, വിവാഹത്തിന് ശേഷം ഭഗവാൻ ശിവനും ദേവി പാർവതിയും സമാധി സ്ഥാനത്ത് എപ്പോൾ ദർശനം നൽകുന്നു അപ്പോൾ പ്രണയത്തിന് പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കും. ഈ സമയം ജഗത്തിലെ സർവ്വചിന്തകളിൽ നിന്നും വിമുക്തിയാകണം ദേവി. ചിന്ത? അതെ, ഈ സമയം ചിന്തിക്കാനുള്ളതല്ല. നമ്മുടെ ഈ പ്രഥമ സംഗമം ഒരു മഹാപർവമാണ്. നീ കഠിന തപസ് അനുഷ്ഠിച്ച ശേഷമാണ് നമ്മെ ലഭിച്ചത്. ഈ സത്യം എനിക്ക് അറിവുള്ളതല്ലേ? നിന്റെ ആ കഠിന തപസ്സിന് ഉത്തരം ഞാൻ എൻ്റെ അഗാധ പ്രേമം കൊണ്ട് നൽകുന്നതാണ്. അതെനിക്ക് സദാ ലഭിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രകൃതിയാണ്, അവിടുന്ന് പുരുഷനും. നീ ശക്തി, ഞാനാകട്ടെ ശിവനും. നമ്മുടെ ഈ മഹാസംഗമത്തിന്റെ മഹാപർവത്തിൽ ഒരു വിഘ്നവും ഉണ്ടാകില്ല ദേവി. ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരുനാദം ശിവപാർവതിമാരുടെ നടനം ശിവപാർവതിമാരുടെ നടനം ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരുനാദം. ഒരു തനുവിൽ പുലിത്തോലുണ്ടഴകിൽ മറുതനുവിൽ വർണ്ണപൂജേല ഒരു നയനത്തിൽ മാദകഭാവം ഒരു നയനത്തിൽ മാദകഭാവം മറുനയനത്തിൽ ചഞ്ചലത ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരുനാദം. ശിവകണ്ഠമതിൽ പന്നകമാല പാർവതിയണിയും മണിമുത്തുമാല ശിവതൃക്കരമതിലുണ്ട് ത്രിശൂലം ശിവതൃക്കരമതിലുണ്ട് ത്രിശൂലം ശക്തിയുതിർത്തു കങ്കണനാദം
ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരുനാദം ഒരു മസ്തകമതിൽ ചാന്ദ്രശോഭ മരുമൗലിയിൽ മന്ദാകിനിയാഭ ഗിരിശൃംഗങ്ങളിൽ ആനന്ദ നടനം ഹോ ഗിരിശൃംഗങ്ങളിൽ ആനന്ദ നടനം ശിവശക്തികൾ തൻ താണ്ഡവ നടനം ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരുനാദം ശിവപാർവതിമാരുടെ നടനം ഹോ ശിവപാർവതിമാരുടെ നടനം ശിവപാർവതിമാരുടെ നടനം ഡിമികടിമികടമരുനാദം ഡിമികടിമികടമരു ഡിമികടിമികടമരു ഡിമികടിമികടമരുനാദം മഹാദേവൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഉടൻ തന്നെ താരകാസുരനെയുള്ള ഭയത്തിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന്. അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! നിൽക്കാൻ! നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ട്? ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ നിങ്ങൾ ആരാണ്? സ്വർഗലോകം നിങ്ങളുടേതല്ല, അത് താരകാസുരന്റേതാണ്. നിങ്ങളെല്ലാവരും മഹാരാജൻ താരകാസുരനെ സ്വർഗാധിപതിയായി സ്വീകരിക്കും വരെ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല. ഇതെന്ത് ധിക്കാരവും ഉദ്ദണ്ഡതയുമാണ് മേഘാസുര. സ്വർഗത്തിന്റെ അധിപതി ഇന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സ്വാമി അനധികൃതമായി സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ചപ്പോൾ അവന്റെ വരദാത ബ്രഹ്മദേവൻ അവനെ സ്വർഗത്തിൽ നിന്നും ബഹിഷ്കരിച്ചു. ഇത്രയെല്ലാമായിട്ടും ഈ സത്യം നിനക്ക് മനസ്സിലായില്ലേ മേഘാസുര? സ്വർഗത്തിൽ കേവലം ഇന്ദ്രനെ അധികാരമുള്ളൂ എന്ന്. ഇന്ദ്രന് മാത്രം. നിർത്താൻ നിന്റെ പുലമ്പൽ. കൊണ്ടുപോയവരെ മഹാരാജൻ താരകാസുരന്റെ അടുത്തേക്ക് കൊണ്ടുപോ. അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! അസുരാധിപതി മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ!